യേശുവേ ഉമ്മ വച്ചുണർത്തിയ നല്ല അന്തരീക്ഷം. പക്ഷേ നിങ്ങൾക്കെപ്പോഴും ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ അല്ലേ? വെല്ലുവിളികളെ അതിജീവിക്കുന്നവരാണ്. ഞാൻ തൃശ്ശൂർ പാർലമെൻറ്റിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. മറ്റുള്ളവരും എല്ലാം നിങ്ങളെ കാണാൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് പോയി വോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. എങ്കിലും അങ്ങനെ വന്നാൽ അനുഗ്രഹീതനായി എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച വാക്കുകളിൽ അത് അന്വർത്ഥമാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചലഞ്ചായി ജീവിതത്തെ തന്നെ നേരിടുന്ന ഏറ്റെടുത്ത നിങ്ങൾ എൻ്റെ വിജയം ഒരു വലിയ ചലഞ്ചായി ഏറ്റെടുക്കും എന്ന് തന്നെ കരുതുന്നു. ഉറപ്പായിട്ടും എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇസ്രായേല് എനിക്ക് ആ പാട്ടല്ല അറിയാം. പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുദേവൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുദേവൻ പിറന്നു. ലലലാ 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 ആഹാ ആഹാ ലലലാ ആഹാ. ഒരു രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഒരു സുരേഷ് ചേട്ടനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ അബ്ദാക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ടിപരമായിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളിൽ കണ്ട നന്മ, നിങ്ങളിലൂടെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന നന്മ, അതിൻ്റെ ഒരു കാതിൽ ആരും അറിയാതെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് സുരേഷ് ചേട്ടൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, ഒരു ഡോക്ടറെ അഭിമുഖം കൊടുക്കണതാണ്. സുരേഷ് ചേട്ടന് പോലും ഓർമ്മയില്ല ആ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് അത് ഹൃദയം സ്പർശിച്ചത്. ഇത്രയും രോഗികൾ 750 രോഗികളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് സുരേഷ് ചേട്ടൻ ചെയ്ത നന്മ, അന്ന് രാഷ്ട്രീയമില്ല, സാഹചര്യം അതൊന്നുമല്ല, ആ തിരക്കിൻ്റെ ഇടയിലും അത് ചെയ്തു എന്നുള്ളത് ഞാൻ ആ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഞാതിമറ്റം സ്നേഹിക്കും. അവിടെ രാഷ്ട്രീയവും മതവും ഇല്ല. കാരണം പലപ്പോഴും തോൽവിയുടെ രുചി അറിഞ്ഞിട്ടും ജയം കണ്ടത് ജനത്തിനെ സേവിക്കുക വഴിയാണ്. അതിലാണ് ഈ വ്യക്തിത്വത്തെ ഞാൻ മനുഷ്യസ്നേഹിയായിട്ട് ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും. ഇങ്ങോട്ട് വരുമെന്ന് പോലും ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ നാഗേഷ് ഇവരൊക്കെ കൂടി നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് വരുന്നു പറഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നാണ്. 750ഓളം ഫാമിലി ഉണ്ട്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതല്ല, സുരേഷേട്ടൻ കേന്ദ്രത്തിൽ വന്നാൽ തൃശ്ശൂരിന് എന്ത് അഭിമാനം ഉണ്ടായിരിക്കും? നമ്മുടെ മക്കൾക്ക് ഈ അവസ്ഥയിൽ എന്തായിരിക്കും സംഭവിക്കുക? അതുമാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അവിടെ ജയത്തോൽവികളേക്കാൾ അപ്പുറത്ത് യാത്ര ചെയ്യുന്നവരെ നമ്മൾ ഉയർത്തണം.
നിങ്ങളെല്ലാവരും എന്നെ ബിസിനസ് ലോകത്ത് നിന്ന് പിടിച്ച് മുന്തി ചൊല്ലി മൂട്ടിൽ തീ കൊടുത്തതുകൊണ്ടാണ് ഈ പപ്പ നിലയില്ലാണ്ട് ഇങ്ങനെ ഓടുന്നത്. അതിനാൽ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒന്നോണിന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നാം സ്നേഹിക്കണം, ആദരിക്കണം. അവർക്ക് വേണ്ട വെള്ളവും വളവും. അപ്പൊ ഈ ഇലക്ഷൻ എന്താണ് വെള്ളം വളം എന്ന് ഞാൻ പറയണ്ടല്ലോ. ജീവിതത്തിൽ അത് കൈയടിച്ചൊന്ന് അല്ല, ഇവിടെ നിന്ന് ഇലക്ഷൻ കഴിഞ്ഞാലും സുരേഷ് ഏട്ടൻ ജനത്തിനെ മറക്കില്ല എന്നുള്ളത് ഇലക്ഷൻ ട്രെൻഡ് വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഒരു ഡോക്ടറുടെ അനുഭവം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഒരു പേഷ്യൻറ്റിൻ്റെ കേസ്. ഞാൻ പലപ്പോഴും ദുർബലനായി പോയതപ്പോഴാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് രോഗികളെ എടുക്കുന്നത്. ഇതറിയാണ്ടെടുത്ത് സ്പൈനൽ കോഡിന് എൻജുറി ആയിട്ടുള്ള മക്കളെയാണ് ഞാൻ നോക്കുന്നത് സാറേ. അപ്പോൾ സ്പൈനൽ കോഡിന് ട്യൂമർ ബാധിച്ച ഒരു മകൾ കയറിയിറങ്ങാത്ത ഇടമില്ലാതെ പരീക്ഷണഘട്ടത്തിലായിരിക്കുമ്പോൾ പേര് വെളിപ്പെടുത്താതെ തന്നെ പൈസ കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്ത പെണ്ണിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തിയൊരു ചരിത്രം എൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കാൻ തന്നെ വിചാരിച്ചത്. ഞാനിവിടെ ഇതിൻ്റെ ഞങ്ങൾക്ക് സുരക്ഷണം ചോദിച്ചു എന്നോട്, ഇതെങ്ങനെ ഇവരൊക്കെ കൊണ്ടുവരണടാന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് അച്ഛാണെന്ന് വിളിച്ചത് സ്നേഹം കൊണ്ടാണ്. ഇവിടെ നിന്ന് 200 മീറ്റർ ഇറങ്ങിയാൽ സുരേഷ് സഹോദര റോഡ് വലിയ റോഡിലേക്ക് എത്തി. അച്ഛൻ്റെ വീടിൻ്റെ തൊട്ടോടെ അതിനുള്ള വല്ല സംവിധാനമോ ഇല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച്